രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പൊന്ന് രാധാറാണി അമ്മയുടെ രണ്ടാമത്തെ രാധികാ കവചം നിങ്ങളെ പഠിപ്പിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാധികാ കവചം രണ്ടുണ്ട്. ഇത് രണ്ടും ചൊല്ലുന്നവർക്ക് മാത്രമേ പൂർണ്ണ ഫലം ഉണ്ടാവുകയുള്ളൂ. ഒരു രാധികാ കവചം മാത്രമായി ചൊല്ലുന്നവർക്ക് യാതൊരു ഫലവും കിട്ടുന്നതല്ല. അപ്പോൾ രണ്ട് രാധികാ കവചം ചൊല്ലണം. ഒന്നാമത്തത് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. രണ്ടാമത്തത് സാക്ഷാൽ ശിവ ഭഗവാൻ പാർവതീ ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് രണ്ടാമത്തത്. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം ശ്രീ ഓം രാധായേ സ്വാഹ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധാവല്ലഭായ സ്വാഹ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നമുക്ക് ആരംഭിക്കാം. അതുപോലെ ഇതിനകത്ത് എല്ലാ തിങ്കളാഴ്ചയും നമുക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ്റെ കാമുകിയായ രാധയുടെ കഥ നിരവധി റിസർച്ചുകൾ നടത്തിയിട്ടാണ് ജനനം മുതൽ മരണം വരെയുള്ള കഥ അവതരിപ്പിക്കുകയാണ്. 115 എപ്പിസോഡ് കഴിഞ്ഞു. പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് ഒന്നേന്ന് കിട്ടുന്നതാണ്. പുതിയതായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ 115 തൊട്ട് കണ്ടു തുടങ്ങുക. അല്ലെങ്കിൽ ഇനി 116 ആയി കഴിഞ്ഞു. 115 തൊട്ട് നിങ്ങൾ കണ്ടു തുടങ്ങുക. ഇടയ്ക്കിടയ്ക്ക് സൗകര്യം കിട്ടുമ്പോൾ മറ്റത് കാണുക. തിങ്കളാഴ്ച നാരായണീയൻ ക്ലാസ്, ചൊവ്വാഴ്ച രാധാറാണി, വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ് നിശ്ചയമായും കേൾക്കണം. മോക്ഷം വേണ്ടവർക്കാണ്,
വെള്ളിയാഴ്ച ധർമ്മപദം സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. ജനറൽ എന്ന ഐറ്റത്തിലാണ് കൊച്ചു കൊച്ചു വീഡിയോകളെല്ലാം ഞാൻ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾ കേൾക്കുക. ഭക്തമീരയുടെ ജീവിതകഥ മുഴുവനും ഞാൻ ഇട്ടിട്ടുണ്ട്. അതേ കണക്ക് തന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായി. അപ്പം നമ്മുടെ രാധികാ കവചം പാടിത്തരുന്നത് അനുഗ്രഹീതയായ പൊയ്പോയ ജന്മങ്ങളിൽ നിശ്ചയമായും രാധാഭക്തയായിരുന്ന, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരവസരം കിട്ടില്ല. ഇതൊരവസരമല്ല, ഇത് ശരിക്കും ഞാൻ കൊടുക്കുന്നതല്ല. സാക്ഷാൽ രാധാറാണി രണ്ട് കൈയും നീട്ടി ക്ഷണിച്ചതാണ് ആ കുട്ടിയെ ഇത് പാടാനായി. എൻ്റെ മകൻ ഇതാ രാധികാ കവചം പഠിപ്പിക്കാൻ പോകുന്നു. മകളെ നീ വരൂ, നീ വേണം എനിക്ക് വേണ്ടി പാടിത്തരാനെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ രാധാറാണി അമ്മ വിളിക്കുകയായിരുന്നു. കൃഷ്ണപ്രിയ, നമ്മുടെ കൃഷ്ണപ്രിയ, രാധാറാണിക്ക് പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആ രാധികാ കവചം പാടാൻ എനിക്ക് കൃഷ്ണപ്രിയയെ ക്ഷണിക്കാൻ തോന്നിയത്? എനിക്കല്ല തോന്നിയത്, എന്നെ കൊണ്ട് വിളിപ്പിച്ചതാണ്. ഇതാ രണ്ടാമത്തതിനും ഞാൻ ആരെ വിളിക്കുന്നു? കൃഷ്ണപ്രിയ. ഇനി രാധാ സഹസ്രനാമത്തിനും ഞാൻ ആരെയാണ് ആശ്രയിക്കുന്നത്? നമ്മുടെ കൃഷ്ണപ്രിയ. പുണ്യം ചെയ്തതാണ്. കേട്ടുകൊള്ളൂ. കൃഷ്ണപ്രിയ ഹൃദയത്തിൽ തട്ടി അതിമനോഹരമായി ആലപിക്കുകയാണ്. കേട്ടുകൊള്ളൂ. സർവരക്ഷാകര രാധാകവചം. ശ്രീ പാർവത്യുവാച കൈലാസവാസിൻ ഭഗവൻ ഭക്താനുഗ്രഹകാരക രാധികാ കവചം പുണ്യം കഥയസ്വ മമ പ്രഭോ. യദ്യസ്തി കരുണാനാഥ ത്രാഹി മാം ദുഃഖതോ ഭയാത്. ത്വമേവ ശരണം നാഥ ശൂലപാണി വിനാഗദ്ര. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അതിമനോഹരമായി പാടി തന്നത് കേട്ടല്ലോ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, കൃഷ്ണപ്രിയ രാധാറാണി വിരൽ തൊട്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് കൃഷ്ണപ്രിയയ്ക്ക് വേണ്ടത്? നിശ്ചയമല്ലേ കൃഷ്ണപ്രിയയ്ക്ക് ഗോലോകപ്രാപ്തി. ഇനി നമുക്ക് വരാം. ഇത് കേൾക്കുന്നവരെല്ലാവരും ഞാൻ രാധയെ പൂജിച്ചാൽ എന്നൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. പിന്നെ രാധാ കവചം ജപിച്ചാൽ എന്നൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. രാധാ സഹസ്രനാമം ഒരു പദമെങ്കിലും ഉച്ചരിച്ചാൽ എന്നൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. നിശ്ചയമായും അത് കാണണം. പ്ലേലിസ്റ്റ് എടുത്താൽ രാധയുടെ പ്രണയം എന്ന ഹെഡിങ്ങിലാണ് അത് കിടക്കുന്നത്. ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. കുടുംബജീവിതം നയിക്കുന്നവർ ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു. ഏയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ, ഇതും കാണണം. അപ്പോൾ ഇത് നമുക്കങ്ങോട്ട് നോക്കാം. ശ്രീ പാർവത്യുവാച കൈലാസവാസിൻ ഭഗവാൻ ഭക്താനുഗ്രഹകാരക രാധികാ കവചം പുണ്യം കഥയസ്വ മമ പ്രഭോ. യദ്യസ്തി കരുണാനാഥ ത്രാഹി മാം ദുഃഖദോ ഭയാത് ത്വമേവ ശരണം നാഥ ശൂലപാണേ പിനാകദൃക്. നോക്കിക്കൊള്ളൂ. ശ്രീ പാർവത്യ ഉവാച പറഞ്ഞു. അപ്പൊ അർത്ഥം വേണമെങ്കിൽ ഇരിക്കോ. ശ്രീ പാർവത്യ ഉവാച പറഞ്ഞു. കൈലാസവാസിൻ കൈലാസത്ത് താമസിക്കുന്നവനെ, ഭഗവൻ അല്ലയോ ഭഗവാനെ, ഭക്താനുഗ്രഹകാരക ഈ ഭക്തന്മാരെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുന്നവനെ, രാധികാ കവചം ഈ രാധാറാണിയുടെ കവചം പുണ്യം കഥയസ്വ മമ പ്രഭോ. എഴുതിക്കു അർത്ഥം. കഥയസ്വ മമ പ്രഭോ, അങ്ങ് എന്നോട് പറഞ്ഞാലും.
കഥ അസ്വ മമ പ്രഭോ, അങ്ങ് എന്നോട് പറഞ്ഞാലും എന്നാണ്. അടുത്തത് യദ്യസ്തി കരുണ, അർത്ഥം എഴുതിക്കോ. യദ്യസ്തി കരുണ, അങ്ങനെ എഴുതിയിട്ട് അർത്ഥം എഴുതിക്കോ. അങ്ങേക്ക് കരുണ ഉണ്ടെങ്കിൽ, യദ്യസ്തി കരുണ, അങ്ങേക്ക് കരുണ ഉണ്ടെങ്കിൽ. മനസ്സിലല്ലേ? ആ നല്ലൊരു എഴുതിക്കോണ്ട. യദ്യസ്തി കരുണ നാഥ ത്രാഹി മാം, ത്രാഹി ഇല്ലാതാക്കിയാലും, അർത്ഥം എഴുത്. ത്രാഹി സമം ഇല്ലാതാക്കിയാലും, മാം എൻ്റെ, മാം എൻ്റെ ഇല്ലാതാക്കിയാലും, എൻ്റെ ദുഃഖദോ ഭയാത്, ദുഃഖവും ഭയവും, ദുഃഖദോ ഭയാത്, അർത്ഥം ദുഃഖവും ഭയവും. എഴുതിയോ നിങ്ങൾ? ദുഃഖവും ഭയവും. പിന്നെന്താണ്? ത്വമേവ ശരണം നാഥ, ത്വം ഏവ ശരണം, അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ത്വം ഏവ ശരണം എന്ന് പറഞ്ഞാൽ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ശൂലപാണേ, ശൂലപാണേ അർത്ഥം ത്രിശൂലം ധരിച്ച, ശൂലപാണേ അർത്ഥം ത്രിശൂലം ധരിച്ച. പിനാക, പിനാക ശിവന്റെ സ്വർഗീയ വില്ല്, അർത്ഥം എഴുതി വെച്ചോ. ശിവന്റെ സ്വർഗീയ വില്ല്. അതായത് ഞാൻ പറഞ്ഞു തരാം. ത്രിപുര എന്നറിയപ്പെടുന്ന മായാസുരൻ, ശ്രദ്ധിച്ചോണം, ത്രിപുര എന്നറിയപ്പെടുന്ന മായാസുരൻ്റെ 3 നഗരങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് ശിവൻ പിനാക എന്ന തൻ്റെ സ്വർഗീയ വില്ല് ഉപയോഗിച്ചത്. ദക്ഷന്റെ യജ്ഞം ഉണ്ടല്ലോ, ദക്ഷന്റെ യജ്ഞം ഈ അസുരൻ നശിപ്പിച്ചു. അപ്പോൾ അങ്ങനെ അല്ല, യജ്ഞന്റെ അസുരനല്ല, ദക്ഷന്റെ യജ്ഞം നശിപ്പിച്ചതിന് ശേഷം ശിവൻ പിനാകവില്ല്, മനസ്സിലല്ലേ? ദക്ഷന്റെ യജ്ഞം നശിപ്പിച്ചത് അസുരനല്ല, ദക്ഷന്റെ യജ്ഞവും നശിപ്പിച്ചതിന് ശേഷം ശിവൻ തൻ്റെ പിനാകവില്ല് ദേവതകൾക്ക് സമ്മാനിച്ചു. പിന്നീട് ദേവതകൾ മിഥില രാജ്യത്തിലെ രാജാവായ ദേവരഥ ജനകന് കൈമാറി. എന്ന് മാത്രമല്ല, ഈ വില്ല് ഗണപതിക്കെതിരെ ദ്വന്ദ്വയുദ്ധത്തിലും പ്രയോഗിച്ചിട്ടുണ്ട്. അതാണ് പിനാകവില്ലെന്ന് പറയുന്നത്. അപ്പൊ ശിവന്റെ പിനാകവില്ലിനെ കുറിച്ച് മനസ്സിലായല്ലോ. ത്രിപുര എന്നറിയപ്പെടുന്ന മായാസുരന്റെ 3 നഗരങ്ങളെ ഇത് ഉപയോഗിച്ച് നശിപ്പിച്ചു. പിന്നെ ദക്ഷന്റെ യജ്ഞം നശിപ്പിച്ചു. അതെന്തിനാന്ന് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. ദക്ഷന്റെ യജ്ഞം ശിവൻ നശിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഈ വില്ല് ദേവതകൾക്ക് ഇരിക്കട്ടെ. ദേവതകൾ മിഥില രാജ്യത്തിലെ രാജാവായ ജനക മഹാരാജാവിന് കൈമാറുന്നു. ഇതേ വില്ല് വെച്ചാണ് ഗണപതിക്കെതിരെ ദ്വന്ദ്വയുദ്ധം പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ഞാൻ പറഞ്ഞു തരാം. ശ്രീ പാർവതി പറഞ്ഞു, അല്ലയോ കൈലാസവാസ ഭഗവാനെ, ഭക്താനുഗ്രഹകാരക പ്രഭോ, അങ്ങ് എന്നോട് രാധികയുടെ പുണ്യ കവചത്തെക്കുറിച്ച് പറഞ്ഞാലും അങ്ങയുടെ ഹൃദയത്തിൽ പ്രാണനാഥ എന്നോട് കരുണയുണ്ടെങ്കിൽ, അങ്ങയുടെ ഹൃദയത്തിൽ എന്നോട് കരുണയുണ്ടെങ്കിൽ, ഹേ നാഥ, അങ്ങ് ഇത് പറഞ്ഞെൻ്റെ ഭയവും ദുഃഖവും ഒക്കെ ഇല്ലാതാക്കിയാലും പിനാകമെന്ന വില്ലേന്തിയ ശൂലപാണിയായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു, എന്നെ കൈവിടരുതേ. അതുകൊണ്ട് എനിക്ക് രാധികാ കവചം ഉപദേശിച്ചു തരണേ എന്ന് പാർവതി ദേവി ശിവനോട് പറയുന്നു. സാക്ഷാൽ പാർവതി ദേവി തന്നെ രാധികാ കവചം കിട്ടാൻ ശിവനോട് പറയണമെങ്കിൽ എന്തുമാത്രം പ്രാധാന്യം അതിനുണ്ട് എന്ന് മാത്രവുമല്ല, ശിവനെ 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പിനാക വില്ലിനെ കുറിച്ച് വരെ ഓർമ്മിപ്പിച്ചത്. മുജ്ജന്മം താൻ സതിയായി പിറന്നതും അതിനുശേഷമാണ് ഞാൻ പാർവതിയായതും. അതുകൊണ്ട് ഞാൻ അങ്ങയെ പൊയ്പോയ ജന്മം തൊട്ട് പിന്തുടരുന്നവളാണ്. അതുകൊണ്ട് നിശ്ചയമായും രാധികാ കവചത്തിന് ഞാൻ അർഹയാണ് എന്നും കൂടെ ശിവനെ ബോധ്യപ്പെടുത്താനാണ് ഈ വരി പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് വീണ്ടും നമ്മുടെ കൃഷ്ണപ്രിയ അടുത്ത വരികൾ പാടുകയാണ്, കേട്ടോളൂ. ശ്രീ മഹാദേവ ഉവാച ശൃണുഷ്വ ഗിരിജേ തുഭ്യം കവചം പൂർവസൂചിതം
सर्वसूजितं सर्वरक्षाकरं पुण्यं सर्वहत्याहरं परं हरिभक्तिप्रदं साक्षात् भक्तिमुक्तिप्रसाधनं त्रैलोक्याकर्षणं देवी हरिसान्निध्यकारकम् सर्वत्र जयदं देवी सर्वशत्रुभयावहं सर्वेषां चैव भूतानां मनोवृत्तिकरं परं चतुर्धा मुक्तिजनकं सदानन्दकरं परं राजसूयाश्वमेधानं യജ്ഞാനാം ഫലദായകം. അപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ അത് വീണ്ടും പാടിത്തന്നത് കേട്ടല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കൊള്ളൂ. ഋണിഷ്വഗിരിജേതുഭ്യം കവചം പൂർവസൂചിതം സർവരക്ഷാകരം പുണ്യം സർവഹത്യാകരപരം. ഒന്നും കൂടെ കേട്ടോളൂ. ഋണിഷ്വാഗിരിജേതുഭ്യം കവചം പൂർവസൂചിതം സർവരക്ഷാകരം പുണ്യം സർവഹത്യാകരപരം ഹരിഭക്തിപ്രദം സാക്ഷാത് ഭക്തിമുക്തിപ്രസാദനം ത്രൈലോക്യാകർഷണം ദേവി ഹരിസാന്നിധ്യകാരകം സർവത്ര ജയദം ദേവി സർവശത്രുഭയാവഹം സർവേഷാം ചൈവ ഭൂതാനാം മനോവൃത്തികരം വരം ചതുർഥാ മുക്തിജനകം സദാനന്ദകരം പരം രാജസൂയാശ്വമേധാനാം യജ്ഞാനാം ഫലദായകം. നോക്കിക്കൊള്ളൂ. എന്താ നോക്കേ? ഋണിഷ്വ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ആദ്യം അർത്ഥങ്ങൾ എഴുതിക്കോ. ഋണിഷ്വ അർത്ഥം കേട്ടാലും, ഋണിഷ്വ കേട്ടാലും. ഗിരിജേ, ഗിരിജേ പാർവതീദേവി, പാർവതീദേവി. തുഭ്യം നീ, മനസ്സിലായില്ലേ? കോമ നിനക്ക് വേണ്ടി, രണ്ടർത്ഥമുണ്ട്. തുഭ്യത്തിന് നീ എന്നും അർത്ഥമുണ്ട്, നിനക്ക് വേണ്ടി എന്നും അർത്ഥമുണ്ട്. അപ്പൊ ഋണിഷ്വ ഗിരിജേ, അല്ലയോ പാർവതീദേവി, മനസ്സിലായില്ലേ? കേട്ടാലും. തുഭ്യം നിനക്ക് വേണ്ടി. കവചം, ഈ കവചം പൂർവസൂചിതം, പൂർവസൂചിതം മുൻപ് പറഞ്ഞ, പൂർവസൂചിതം അർത്ഥം മുൻപ് പറഞ്ഞ എന്നാണ് അർത്ഥം. പൂർവസൂചിതം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? പൂർവസൂചിതം സർവരക്ഷാകരം, സർവ്വതിൽ നിന്നും നിന്നെ രക്ഷിക്കുന്നത്. പുണ്യം സർവഹത്യാഹരപരം, സർവഹത്യ, സർവഹത്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മഹത്യ മുതലായവ. സർവഹത്യ എന്ന് പറഞ്ഞ എല്ലാ ബ്രഹ്മഹത്യ പാപങ്ങളെയും ഹരിക്കുക, ഇല്ലാതാക്കുക. അപ്പൊ നിങ്ങൾ അർത്ഥം എഴുതിയിട്. സർവഹത്യാഹരം, അത്ര എഴുത്. സർവഹത്യാഹരം അർത്ഥം എല്ലാ ബ്രഹ്മഹത്യ പാപങ്ങളെയും ഇല്ലാതാക്കുന്ന, എല്ലാ ബ്രഹ്മഹത്യ പാപങ്ങളെയും ഇല്ലാതാക്കുന്ന എന്നാ പറഞ്ഞിരിക്കുന്നത്. പുണ്യം സർവഹത്യാഹരം പരം, മനസ്സിലായില്ലേ? ഋണിഷ്വ നീ കേട്ടാലും. ഗിരിജേ പാർവതി. തുഭ്യം കവചം, ഈ കവചമുണ്ടല്ലോ പുണ്യസൂചിതം സർവരക്ഷ, പൂർവസൂചിതം മുൻപ് പറഞ്ഞിരിക്കുന്ന നീ പറഞ്ഞ കവിത, ഈ പിന്നെ കവചം സർവരക്ഷാകരം, സർവ ആപത്തുകളിൽ നിന്നും രക്ഷിക്കും. പുണ്യം സർവഹത്യാഹരപരം ഹരിഭക്തിപ്രദം. കണ്ടില്ലേ? കൃഷ്ണനിൽ ഭക്തി ഉണ്ടാകും. സാക്ഷാൽ ഭക്തിമുക്തി പ്രസാദനം, പ്രസാദനം നൽകുന്നു. അർത്ഥം എഴുതിയിട്ട് നൽകുന്നു, പ്രസാദനം നൽകുന്നു. അപ്പൊ എന്ത് നൽകുന്നു? ഭക്തിയും മോക്ഷവും നൽകുന്നു. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഹരിഭക്തിപ്രദം. ഈ കവചം ആരാണോ ജപിക്കുന്നത് അവന് കൃഷ്ണനിൽ ഭക്തി ഉണ്ടാകും. സാക്ഷാൽ ഭക്തിമുക്തി പ്രസാദനം, അവന് ഭക്തിയും മുക്തിയും ആര് നൽകുന്നു? ഭഗവാൻ നൽകുന്നു. ത്രൈലോക്യാകർഷണം, കണ്ട? ത്രൈലോക്യം 3 ലോകങ്ങളും.
അവനെ 3 ലോകങ്ങളും ആകർഷിക്കും. ത്രൈലോക്യ ആകർഷണം, ത്രൈലോക്യം 3 ലോകങ്ങളും. ദേവി ഹരി സാന്നിധ്യകരം, ഹരിയുടെ സാന്നിധ്യമുള്ള ഇത് ആരാണോ ജപിക്കുന്നത് അവന് 3 ലോകങ്ങളും അവൻ്റെ അധീനതയിലായി മാറും. സർവത്ര ജയതം ദേവി സർവേഷ്വാം, സർവത്ര ജയതം ദേവി, അവൻ എവിടെയും ജയങ്ങളുണ്ടാകും. സർവശത്രുതയാ ഭയാവകം, ശത്രുക്കൾ ഇല്ലാതായിത്തീരും, ഭയങ്ങളില്ലാതായിത്തീരും. മനസ്സിലായ? സർവത്ര ജയതം ദേവി, എവിടെയും അവന് ജയമുണ്ടാകും ദേവി. സർവശത്രു ഭയാവകം, സർവവിധ ശത്രുക്കളും ഇല്ലാതാകും, ഭയവും ഇല്ലാതാകും. സർവേഷാം, സർവേഷാം എല്ലാവരുടെയും. ചൈവ ഭൂതാനാം, ഭൂതാനാം മനുഷ്യരുടെ. അപ്പം നിങ്ങൾ ആദ്യം ഇങ്ങനെ അർത്ഥം എഴുത്, സർവേഷാം എല്ലാവരുടെയും. അടുത്തത് സർവേഷാം ചൈവ ഭൂതാനാം, സർവേഷാം ചൈവ ഭൂതാനാം, അർത്ഥം എല്ലാ മനുഷ്യരുടെയും. സർവേഷാം ചൈവ ഭൂതാനാം, എല്ലാ മനുഷ്യരുടെയും. മനോവൃത്തികരം, മനോവൃത്തി മനസ്സിൻ്റെ പ്രവർത്തികളെ, അർത്ഥം എഴുത്, മനോവൃത്തി മനസ്സിൻ്റെ പ്രവർത്തികളെ. അപ്പോൾ മനസ്സിലായില്ലേ? അതായത് ശരിക്കും പറഞ്ഞാൽ സർവശത്രു ഭയാവകം, ശത്രുക്കളെ ഇല്ലാതാക്കും, ഭയങ്ങൾ ഇല്ലാതാക്കും, മനുഷ്യൻ്റെ മനസ്സിൻ്റെ ചിന്തകളെയൊക്കെ ശുദ്ധീകരിക്കും. ചതുർത്ഥാമുക്തി, ചതുർ 4. അപ്പം ചതുർത്ഥാമുക്തി 4 പ്രകാരമുള്ള മുക്തി. എഴുതിക്കോ, ചതുർത്ഥാമുക്തി 4 പ്രകാരമുള്ള മുക്തി എന്നാണ് അർത്ഥം. അതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ചതുർത്ഥാമുക്തി 4 പ്രകാരത്തിലുള്ള മുക്തി. ജനകം, മുക്തി ലഭിക്കുന്നതും. സദാനന്ദകരം, സദാനന്ദകരം എപ്പോഴും ആനന്ദകരം. രാജസൂയ അശ്വമേധാനാം യജ്ഞാനാം ഫലദായകം, രാജസൂയവും അശ്വമേധവും നടത്തിയാൽ കിട്ടുന്ന ഫലമുണ്ടല്ലോ അത് കിട്ടും. ഫലദായകം, ഫലത്തെ തരുന്നു. അപ്പൊ ഇത് ആരാണോ ചൊല്ലുന്നത് അവന് ശത്രുക്കളിൽ നിന്ന് മോചനം, ഭയങ്ങളിൽ നിന്ന് മോചനം, എവിടെ ചെന്നാലും അവന് വിജയം. 3 ലോകങ്ങളെയും അവൻ ആകർഷിക്കും. അവൻ ഇത് എപ്പോഴും ആനന്ദം നൽകുന്നു. അവൻ്റെ മനസ്സിൻ്റെ കുഴപ്പങ്ങളെ, ചിത്തവൃത്തികളെയൊക്കെ തുടച്ച് ശുദ്ധിയാക്കുന്നു എന്ന് മാത്രവുമല്ല, പണം ചെലവാക്കി നടത്തുന്ന രാജസൂയ യാഗത്തിൻ്റെയും അശ്വമേധ യാഗത്തിൻ്റെയും ഫലം ഈ ഒരൊറ്റ രാധാ കവചം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. നോക്കെ, അർത്ഥം ഞാൻ മൊത്തത്തിൽ പറയാൻ പോവാണ്. മഹാദേവൻ പിന്നെ പാർവതി ദേവിയോട് പറഞ്ഞു, അല്ലേ ഗിരിജേ പാർവതി, രാധാ കവചത്തെക്കുറിച്ച് നീ കേട്ടാലും സകലതിനെയും രക്ഷിക്കുന്ന, എല്ലാ ബ്രഹ്മഹത്യ പാപങ്ങളെയും ഇല്ലാതാക്കുന്ന കവചമാണ് രാധികാ കവചമെന്ന് പാർവതി ദേവി നീ അറിഞ്ഞാലും, ദേവി ഈ കവചം ആരാണോ ജപിക്കുന്നത് അവന് സാക്ഷാൽ ഹരിയിൽ ഭയങ്കരമായ ഭക്തി ഉണ്ടാകും എന്ന് മാത്രവുമല്ല, മുക്തി നേടാൻ അവനെ സഹായിക്കുകയും ചെയ്യും. അതും തീർന്നില്ല ദേവി, ഇനിയും കേട്ടോളൂ, ഈ 3 ലോകങ്ങളും അവന് വശത്താകും. ബ്രഹ്മലോകവും കൈലാസവും വൈകുണ്ഠവും എല്ലാം 3 ലോകങ്ങളും അവന് വശത്താകും. ഹരി ഇത് ആരാണോ ജപിക്കുന്നത് അവൻ്റെ കൂടെ എപ്പോഴും സാക്ഷാൽ ഹരി ശ്രീകൃഷ്ണൻ ഉണ്ടായിരിക്കും. അവൻ രാധാ കവചം ജപിക്കുന്നവൻ ഏത് പ്രവൃത്തിയിലും വിജയിക്കും. അവൻ ശത്രുക്കളെ ഭയപ്പെടുത്തി ഓടിക്കുന്നവനായിരിക്കും. മനസ്സിൻ്റെ പ്രവർത്തികളെ ശുദ്ധീകരിക്കും. 4 പ്രകാരമുള്ള മുക്തികൾ അവന് ലഭിക്കുന്നു ദേവി എന്ന് നീ അറിഞ്ഞാലും. ഏതാണ് ഈ 4 പ്രകാരമുള്ള മുക്തി? വേണമെങ്കിൽ എഴുതി വെച്ചോ. 4 പ്രകാരമുള്ള മുക്തി. 1 സാലോക്യമുക്തി, ഒന്നാമത്തത് സാലോക്യമുക്തി. രണ്ടാമത്തത് സാമീപ്യമുക്തി. മൂന്നാമത്തത് സാരൂപ്യമുക്തി. നാലാമത്തത് സായുജ്യമുക്തി. മനസ്സിലേ? 4 മുക്തികളാണ്. 1 സാലോക്യമുക്തി, 2 സാമീപ്യമുക്തി, 3 സാരൂപ്യമുക്തി, 4 സായുജ്യമുക്തി. അപ്പോൾ ശിവഭഗവാൻ പാർവതീ ദേവിയോട് പറയുകയാണ്, അല്ലയോ പാർവതീ ദേവി, ആരാണോ
സാക്ഷാൽ ശ്രീ രാധാദേവിയുടെ ഞാൻ പറയുന്ന ഈ കവചം ലഭിക്കുന്നത് അവന് 4 തരത്തിൽപ്പെട്ട മുക്തികൾ ലഭിക്കുന്നതാണ്. എന്താണ് ഓരോന്നും ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരാം. സാലോക്യമുക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സ്ഥൂല ശരീരം ഉപേക്ഷിച്ചു വരുന്ന സൂക്ഷ്മ ശരീരത്തിന് ഭഗവാനുമൊത്ത് വസിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരാത്മീയ ശരീരം അപ്പോൾ തന്നെ ഭഗവാൻ കൊടുക്കും. ഇപ്പം ഞാൻ രാധാകവചം ജപിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ മരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സ്ഥൂല ശരീരം ഉപേക്ഷിക്കും. അപ്പോൾ എനിക്കൊരു സൂക്ഷ്മ ശരീരം കിട്ടും. ഈ സൂക്ഷ്മ ശരീരത്തിന് ഉടൻ തന്നെ ഭഗവാൻ ഞാൻ മരിച്ചു കഴിയുന്ന നിമിഷം, നിങ്ങൾ കേട്ടോളണം, രാധാകവചത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് നിങ്ങൾ അറിയണം. ആരാ രാധാ റാണിയെന്നും നിങ്ങൾ അറിയണം. മനസ്സിലായ? നാരായണീയത്തിൽ പറയുന്നുണ്ട് സൂക്ഷ്മ ശരീരത്തിന് ഭഗവാന്റെ ലോകത്ത് പോയി വസിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ കഠിനനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തന് ഏത് കിട്ടുന്നില്ല? ആത്മീയ ശരീരം കൊടുക്കുന്നില്ല. നാരായണീയത്തിൽ സൂക്ഷ്മ ശരീരവുമായിട്ട് നിങ്ങൾ വൈകുണ്ഠത്ത് പോയി വസിക്കുന്നു. പക്ഷേ അവിടാണ് ആ വ്യത്യാസം അറിയേണ്ടത്. സാക്ഷാൽ ഹരിയെ പുകഴ്ത്തുമ്പോഴല്ല പ്രസാദിക്കുന്നത്, രാധയെ പുകഴ്ത്തുമ്പോഴാണ് പ്രസാദിക്കുന്നതെന്ന് ഞാനൊരു 1000 തവണ നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കൃത്യമായി എൻ്റെ നാരായണീയവും കേൾക്കുന്നവരാണെങ്കിൽ ചിന്തിച്ചു നോക്കേ. മരിക്കുന്ന അവസരത്തിൽ വെറും കൃഷ്ണഭക്തൻ മാത്രമാണെങ്കിൽ അവൻ ആ സൂക്ഷ്മ ശരീരത്തോടാണ് ഈ ലോകങ്ങളിലൊക്കെ പോകുന്നത്. പക്ഷേ രാധാറാണിയുടെ ഭക്തൻ, രാധാ കവചം ജപിക്കുന്നവൻ, അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സൂക്ഷ്മ ശരീരത്തിന് ഒരു ആത്മീയ ശരീരം ആര് നൽകും? ഭഗവാൻ നൽകും, ഭഗവാന്റെ ലോകത്ത് വസിക്കാൻ. അതിനെയാണ് സാലോക്യമുക്തി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഈ ആത്മീയ ശരീരത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ആത്മീയ ശരീരം ഭഗവാനെ പോലിരിക്കും കണ്ടാൽ. നിങ്ങൾക്ക് കിട്ടുന്ന ആത്മീയ ശരീരത്തിന് നാരായണനെ പോലെ 4 കൈകളുണ്ട്, ശംഖുണ്ട്, ചക്രമുണ്ട്, ഗദയുണ്ട്, താമര പൂവുണ്ട്, രോമാഞ്ചം വരുന്നു കേട്ടനൊക്കെ. ചിന്തിച്ചു നോക്ക്. മനസ്സിലായ ആരാ രാധാറാണിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും വിശ്വാസം വരുന്നില്ല. നിങ്ങൾ വിചാരിക്കും എനിക്ക് കഠിനമായ രാധാഭക്തി ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണെന്ന്. അല്ല, നിങ്ങൾ മനസ്സിലാക്കുക. രാധാറാണി ആരാണെന്ന് നിങ്ങൾ അറിയണം. ശ്രീകൃഷ്ണ ഭഗവാനെ, ഗുരുവായൂരപ്പനെ മാത്രം പ്രാർത്ഥിക്കുന്നവൻ സ്ഥൂല ശരീരം ഉപേക്ഷിക്കുമ്പോൾ വെറും സൂക്ഷ്മ ശരീരവുമായിട്ട് മാത്രമാണ് ഈ ലോകങ്ങളിൽ പോകുന്നത്. ആ സമയത്ത് രാധാഭക്തൻ മരിച്ചാൽ അവൻ രാധികാ കവചം, രാധാഭക്തൻ എന്തായാലും രാധികാ കവചം ജപിച്ചിരിക്കും. അവൻ രാധികാ കവചം ജപിച്ചാൽ അവൻ്റെ സ്ഥൂല ശരീരം വിട്ട് സൂക്ഷ്മ ശരീരം പുറത്തു വരുന്ന ഓട്ടനെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവന് ആത്മീയ ശരീരം നൽകും. ഈ ആത്മീയ ശരീരം കാണുമ്പോൾ കൃഷ്ണനെ പോലിരിക്കും. മനസ്സിലല്ലേ? ഈ ആത്മീയ ശരീരത്തിന്, അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവർ ഭഗവാനെ പോലെ ഇരിക്കും. സ്ത്രീ മരിച്ചാലും അങ്ങനെ തന്നെയാണ്. ആ ശരീരത്തിന് എന്തുണ്ടാകും? 4 കൈകള്, ശംഖ്, ചക്രം, ഗദ, താമരപ്പൂ ഉണ്ടാകും. കൊതിയാകുന്നില്ലേ അത് കിട്ടാൻ? കൃഷ്ണനെ മാത്രം ജപിച്ചാൽ കിട്ടുമോ? കിട്ടത്തില്ല. ഞാനത് എപ്പോഴും പറയും നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ രാധാറാണിയെ ഭജിക്ക്. ഞാനൊരു കഠിന കൃഷ്ണഭക്തനാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ കൃഷ്ണഭക്തനല്ലാത്ത ആളല്ല. ഞാൻ എല്ലാ മാസവും വന്ന് ഗുരുവായൂരപ്പനെ തൊഴുന്ന ആളാണ്. പക്ഷേ കൃഷ്ണനെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. ഇപ്പുറത്ത് നിൽക്കുന്ന ആളിനെയും കൂടെ പിടിക്കണം. മനസ്സിലായ? ഇനി സാമീപ്യമുക്തി എന്താണ്? സാമീപ്യമുക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനോടൊപ്പം ഒരേ ഗ്രഹത്തിൽ വസിക്കുകയും ഭഗവാനുമായി നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റുകയും ചെയ്യുന്നതാണ് സാമീപ്യമുക്തി. എപ്പോഴും ഭഗവാന്റെ സാമീപ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. 3 സായുജ്യമുക്തി. പിന്നെ സാമീപ്യമുക്തി. അടുത്ത ഏതാണ്? സായുജ്യമുക്തി. അപ്പോൾ അപ്പം നമ്മളിതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ 1 സാലോക്യമുക്തിയാണ്. അത് കഴിഞ്ഞിട്ട് സാരൂപ്യമുക്തിയാണ്. സാരൂപ്യമുക്തിയിലാണ് നമ്മൾ ഇതേ കണക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത മുക്തി എന്ന് പറയുന്നത് സാമീപ്യമാണ്. അത് ഭഗവാനോടൊപ്പം ഒരേ ഗ്രഹത്തിൽ വസിക്കുന്നു. ഇനി സായുജ്യമുക്തി, ഇത് വളരെ പ്രധാനമാണ്.
സായുജ്യമുക്തി എന്ന് പറഞ്ഞാൽ ഒടുവിൽ നമ്മളങ്ങ് ഭഗവാനിൽ ലയിച്ചു ചേരും, നമ്മളും ഭഗവാനും ഒന്നായി മാറുന്നു. ഇതാണ് സായുജ്യമുക്തി. അപ്പോൾ ഈ മുക്തികളെല്ലാം ആർക്ക് ലഭിക്കും? രാധിക കവചം ജപിക്കുന്നവന് ലഭിക്കും. ഇത് അവൻ എപ്പോഴും സദാ ആനന്ദം നൽകും. അവൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ രാജസൂയവും അശ്വമേധവും യജ്ഞം നടത്തുന്നവരുടെ ഫലം കിട്ടും. അവന് ഭൂമിയിലും ആനന്ദം, മരിച്ചു കഴിഞ്ഞും ആനന്ദം, ആത്മീയ ശരീരം കിട്ടും, ശംഖുചക്രഗദ പത്മങ്ങൾ കിട്ടും, ഭഗവാന്റെ സഹവാസം കിട്ടും, ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ കാണും, സാമീപ്യമുക്തി അനുഭവിക്കാം. ഒടുവിൽ നമുക്ക് ഭഗവാനിൽ ലയിച്ചു ചേർന്ന് നമ്മളും ഭഗവാനും അങ്ങ് ഒന്നായി മാറുന്ന അത്ഭുതകരമായ കാഴ്ച. അതായത് പഞ്ചസാര പാലിൽ ലയിച്ചു ചേരുന്നത് പോലെ നമ്മൾ ഭഗവാനിൽ ലയിച്ചു ചേരും, ഇല്ലേ? പഞ്ചസാര പാലിൽ കലക്കിയാൽ പിന്നെ പഞ്ചസാരയില്ല, പാല് മാത്രം. എന്നാൽ ആ പാലിൽ ആരുണ്ട്? പഞ്ചസാരയുണ്ട്. അതുപോലെ നമ്മൾ നമ്മുടെ ഭഗവാനിൽ അങ്ങനെ ലയിച്ചു ചേരും. ഇതൊക്കെ രാധികാ കവചം ജപിച്ചാൽ കിട്ടും. ഇദം കവചമജ്ഞാത്വാ രാധാമന്ത്രം ച യോ ജപേത് സാനാപ്നോതി ഫലം തസ്യ വിഘ്നതസ്യ പദേ പദേ. ഋഷീരസ്യ മഹാദേവോ അനുഷ്ഠുപ്ഛന്ദശ്ച കീർത്തിത രാധാസ്യ ദേവതാ പ്രോക്ത രാം ബീജം കീലകം സ്മൃതം ധർമാർത്ഥകാമമോക്ഷേഷു വിനിയോഗ പ്രകീർത്തിത. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അത് പാടി തന്നത് കേട്ടല്ലോ. ഇനി ശ്രദ്ധിച്ചേട്ടെ. ഇദം കവചമജ്ഞാത്വാ രാധാമന്ത്രം ക്ഷയോ ജപേത് സനാപ്നോതി ഫലം തസ്യ വിഘ്നതസ്യ പദേ പദേ. അപ്പൊ ശ്രദ്ധിച്ചേട്ടെ. ഇദം അർത്ഥം എഴുത്. ഇദം ഈ എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഈ കസേര എന്നൊക്കെ പറയുന്ന ഈ. അപ്പൊ നോക്കേ, ഇദം കവചം, ഈ കവചമുണ്ടല്ലോ. അജ്ഞാത്വ, അജ്ഞാത്വ അർത്ഥം എഴുത് അറിയാതെ, അജ്ഞാത്വ അറിയാതെ. അപ്പൊ ഇദം കവചം അജ്ഞാത്വ രാധാമന്ത്രം ചയോ ജപേത്. ഈ കവചം എന്താണെന്നറിയാതെ രാധാമന്ത്രം ജപിച്ചാൽ, നല്ലതുപോലെ കേട്ടോണം, ഇദം ഈ കവചം അജ്ഞാത്വ ഈ കവചം എന്തെന്നറിയാതെ ഈ കവചം ജപിക്കാത്തവൻ രാധാമന്ത്രം ക്ഷയോ ജപേത് രാധാമന്ത്രം ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും? സ നാപ്നോതി അർത്ഥം എഴുത്. സ നാപ്നോതി ഫലം ലഭിക്കില്ല, അവന് യാതൊരു ഫലവും ലഭിക്കില്ല. രാധികാ കവചം രണ്ടുണ്ട്. ആ രണ്ട് രാധികാ കവചവും ജപിച്ചിട്ട് എന്ത് ചെയ്യണം? രാധാറാണിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നവന് മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? സർവവിധ ഫലങ്ങളും ലഭിക്കുകയുള്ളൂ. തസ്യ വിഘ്നതസ്യ, വിഘ്നം തടസ്സം. വിഘ്നം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? തടസ്സം. പതേ പതേ ഓരോ കാൽവയ്പിലും. പതേ പതേ എന്ന് പറഞ്ഞാൽ ഓരോ കാൽവയ്പിലും. അപ്പൊ സാക്ഷാൽ ശിവഭഗവാൻ പാർവതീ ദേവിയോട് പറയുകയാണ്, അല്ലയോ പാർവതി, ആരാണോ രാധികാ കവചങ്ങൾ രണ്ടും ജപിക്കാതെ രാധാമന്ത്രങ്ങൾ മാത്രം ജപിക്കുന്നത്, അവന് യാതൊരു പ്രയോജനവും രാധാമന്ത്രം കൊണ്ട് ജപിക്കില്ല എന്ന് കിട്ടില്ല എന്ന് മാത്രവുമല്ല, രാധാമന്ത്രം കൊണ്ട് കിട്ടില്ല എന്ന് മാത്രവുമല്ല, പിന്നെയോ അവൻ്റെ ഓരോ കാൽവയ്പിലും പതേ പതേ അവൻ്റെ ഓരോ കാൽവയ്പിലും അവൻ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കും. അപ്പം എൻ്റെ രാധാഭക്തരെ, ഈ രണ്ട് കവചവും നിങ്ങൾ ചൊല്ലണം. ഈ രണ്ട് കവചം, ഒന്നാമത്തെ കവചം ഞാൻ പ്രത്യേക വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്, അതിനകത്ത് എഴുത്തുമുണ്ട്. അത് നിങ്ങൾ കമ്പ്യൂട്ടർ സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കമ്പ്യൂട്ടർ സെൻറ്ററിൽ കൊടുത്താൽ അവർ തരും. അതേ കണക്ക് ഇതിനകത്ത് ഞാനത് കൊടുത്തേക്കും, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. കൃഷ്ണപ്രിയ പാടുമ്പോഴും ആ വരികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് കമ്പ്യൂട്ടർ സെൻറ്ററിൽ കൊടുത്താൽ അവർ വലുതാക്കി നിങ്ങൾക്ക് തരുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് ഞാനത് അയച്ചു തരുന്നത് ആയിരിക്കും. അപ്പോൾ ഇനി നോക്കേ, ഇനി അടുത്തത്. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആരാണോ
ഈ കവചം ജപിക്കാതെ രാധാമന്ത്രം ജപിക്കുന്നത് അവന് അടിക്കടി തടസ്സങ്ങൾ നേരിടും, ഫലം ലഭിക്കില്ല. വീണ്ടും ഋഷിരസ്യ മഹാദേവ അനുഷ്ടുപ് ഛന്ദശ്ച കീർത്തിത രാധാസ്യ ദേവതാ പ്രോക്ത രാംബീജം കീലകം സ്മൃതം ധർമാർത്ഥകാമമോക്ഷേഷു വിനിയോഗ പ്രകീർത്തിത. ഓക്കെ, ഋഷിരസ്യ അർത്ഥം എഴുതിക്കോ. ഋഷിരസ്യ അർത്ഥം ഇതിൻ്റെ ഋഷി. ഋഷിരസ്യ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഋഷി. ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഇതിൻ്റെ ഋഷി ആരാണെന്ന് അറിഞ്ഞിരിക്കണം. മഹാദേവോ, ഇതിൻ്റെ ഋഷി സാക്ഷാൽ മഹാദേവനായ ശ്രീകൃഷ്ണനാണ്. അനുഷ്ടുപ് ഛന്ദശ്ച, ഇതിൻ്റെ വൃത്തം, ഇതിൻ്റെ ഛന്ദസ് എന്ന് പറഞ്ഞാൽ വൃത്തം അനുഷ്ടുപ്പാണ്. ചന്തുച്ഛ കീർത്തിത രാധാസ്യ ദേവത, ഇതിൻ്റെ ദേവത രാധാറാണിയാണ്. പ്രോക്ത, പ്രോക്ത അർത്ഥം എഴുത് അറിയണം, പ്രോക്ത അറിയണം. രാം ബീജം, ഇതിൻ്റെ ബീജാക്ഷരം രാമാണ്. കീലകം സ്മൃതം, മനസ്സിലായില്ലേ? ഇത് രാം ബീജം കീലകം സ്മൃതം, കീലകവും ആര് തന്നെയാണ്? രാം തന്നെയാണ്. ധർമാർത്ഥ കാമമോക്ഷേക്ഷു വിനിയോഗ, വിനിയോഗ ഉപയോഗിക്കുക, വിനിയോഗ പ്രകീർത്തിത. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ മന്ത്രത്തിൻ്റെ ഋഷി സാക്ഷാൽ മഹാദേവൻ. അപ്പോൾ രാധാമന്ത്രത്തിൻ്റെ മഹത്വം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, എന്തുമാത്രം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കേ. രാധാമന്ത്രത്തിൻ്റെ ഋഷിയായി വന്നിരിക്കുന്നത് സാക്ഷാൽ പരമശിവൻ തന്നെയാണ്. പിന്നെയോ ഇതിൻ്റെ ഋഷി സാക്ഷാൽ പരമശിവൻ. പിന്നെ ഛന്ദസ് അനുഷ്ടുപ്പ് എന്ന വൃത്തത്തിലാണ് ചൊല്ലേണ്ടത്. നിങ്ങളിഷ്ടമാണ് ചൊല്ലിയ കുഴപ്പമില്ല. ഇതിൻ്റെ ദേവത രാധാറാണിയാണ്. ഇതിൻ്റെ ബീജം രാമാണ്. ഇതിൻ്റെ കീലകവും രാമാണ്. ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ ഇതിനെക്കുറിച്ചാണ് പ്രകീർത്തിക്കുന്നത്. ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ ഈ മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും കൃഷ്ണപ്രിയ അടുത്ത ശ്ലോകം ചൊല്ലും. ശ്രീരാധാസേ ശിരപ്പാദു ലലാടം രാധികാ തഥാ ശ്രീമതീ നേത്രയുഗളം കർണൗ ഗോപേന്ദ്രനന്ദിനി ഹരിപ്രിയാനാസികാം ച ഭ്രൂയുഗം ശശിശോഭനാ ഓഷ്ഠം പാദു കൃപാദേവി അധരം ഗോപികാ തഥാ വൃഷഭാനുസുതാ ദന്താൻ ചിപുകം ഗോപനന്ദിനി. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ശ്രീരാധാസേ ശിരാ പാദുലലാടം രാധികാ തഥാ ശ്രീമതീ നേത്രയുഗളം കർണൗ ഗോപേന്ദ്രനന്ദിനി ഹരിപ്രിയാനാസികാ ച ഭ്രൂയുഗം ശശിശോഭനാം. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോണം. ശ്രീരാധാസേ എന്ന് പറഞ്ഞാൽ ശ്രീരാധാറാണി. ശിര, ശിര എന്ന് പറഞ്ഞാൽ അർത്ഥം വേണമെങ്കിൽ എഴുതിക്കോ, ശിരസ്. അപ്പോൾ ശ്രീരാധാസേ ശിര പാദു, അല്ലേ, കാത്ത് രക്ഷിക്കട്ടെ. ലലാടം, ലലാടം നെറ്റിത്തടം. ലലാടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നെറ്റിത്തടം. രാധികാ തഥാ ശ്രീമതി നേത്രയുഗളം, നേത്രം കണ്ണ്, യുഗളം രണ്ട് കണ്ണുകളും. നേത്രയുഗളം കർണൗ, കർണൗ ചെവി. അപ്പോൾ അർത്ഥം വേണമെങ്കിൽ എഴുതിക്കോ, ലലാടം നെറ്റി, നേത്രയുഗളം കണ്ണുകൾ രണ്ടും, കർണം ചെവി. ഉണ്ടോ? അപ്പൊ ശ്രീമതി നേത്രയുഗളം കർണൗ ഗോപേന്ദ്രനന്ദിനി ഹരിപ്രിയ, കർണം ചെവി, ഹരിപ്രിയ നാസികാം, നാസികാം മൂക്ക്, നാസിക മൂക്ക്. ച ഭ്രൂയുഗം, ഭ്രൂയുഗം പുരികക്കൊടികൾ, ഭ്രൂയുഗം പുരികക്കൊടികൾ. അപ്പം അർത്ഥം എന്തൊക്കെയാ എഴുതിയിരിക്കുന്നത് നിങ്ങൾ? ലലാടം നെറ്റി, നേത്രയുഗളം കണ്ണുകൾ രണ്ടും, കർണം ചെവി, നാസിക മൂക്ക്, ഭ്രൂയുഗം പുരികക്കൊടി രണ്ടും, ഭ്രൂ പുരിക. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ രാധാറാണി തന്നെ
എൻ്റെ ശിരസിനെ സംരക്ഷിക്കണേ. അതാ പറയുന്നത്, സാക്ഷാൽ രാധാറാണി തന്നെ എൻ്റെ ശിരസിനെ സംരക്ഷിക്കണം. കാരണം ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാത്ത വേദനകൾ ശിരസിൽ വരുന്നതാണ്. ശിരസിൻ്റെ ഏത് ഭാഗത്തും വരുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, തലവേദന താങ്ങാൻ പറ്റുമോ? പല്ലുവേദന താങ്ങാൻ പറ്റുമോ? ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ശിരസ്. അമ്മേ രാധാറാണി അമ്മേ, എൻ്റെ ശിരസ് രാധാറാണി അമ്മ തന്നെ സംരക്ഷിക്കണം. എൻ്റെ നെറ്റിത്തടത്തിന് ഒരാപത്തും വരുത്താതെ സാക്ഷാൽ രാധിക തന്നെ സംരക്ഷിക്കണേ. എൻ്റെ 2 കണ്ണുകൾ അതാണ് നമുക്ക് കാഴ്ച തരുന്നത്. അമ്മേ ഇല്ലേ, കണ്ണുണ്ടായിട്ട് തന്നെ മനുഷ്യനെ ആളുകൾ പറ്റിക്കുന്നു. അപ്പം കണ്ണും കൂടി ഇല്ലെങ്കിലുള്ള കാര്യം പറയണോ? എൻ്റെ 2 കണ്ണുകളും ശ്രീമതി സംരക്ഷിക്കണേ. അങ്ങയുടെ പ്രിയപ്പെട്ട തോഴികളായ ദേവതകളായ ശ്രീമതി സംരക്ഷിക്കണേ. അമ്മയുടെ നാമം കേൾക്കാനുള്ളതാണ് ഈ ചെവികൾ. അമ്മേ, അമ്മയുടെയും കൃഷ്ണൻ്റെയും നാമം കേൾക്കാനുള്ള ഈ ചെവികൾക്ക് 2നും ഒരാപത്തും വരുത്താതെ സാക്ഷാൽ ഗോപേന്ദ്ര നന്ദിനി എന്ന ദേവത തന്നെ സംരക്ഷിക്കണേ. ഭഗവാന്റെ പുഷ്പത്തിൻ്റെ സുഗന്ധം ഗ്രഹിക്കാനുള്ള ഒടുവിൽ ക്രാണേന്ദ്രിയമാണ് ഭൂമിയിൽ ലയിച്ചു ചേരേണ്ട ഈ മൂക്ക്. അത് സാക്ഷാൽ ഹരിപ്രിയ തന്നെ സംരക്ഷിക്കണേ. നമ്മുടെ പിരികക്കൊടികൾ അല്ലേ, പിരികക്കൊടി ശശിശോഭന തന്നെ സംരക്ഷിക്കണേ. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഓഷ്ടം പാദകൃപാദേവി അധരം ഗോപികാ തഥാ വൃഷഭാനുസുതാദന്ധാൻ ചിബുകം ഗോപനന്ദിനി. ഓഷ്ടം, ഓഷ്ടം എന്ന് പറഞ്ഞാൽ ചുണ്ട്. അത് വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓഷ്ടം പാദു കൃപാദേവി. അധരം അർദ്ധം ചുണ്ട്. ഇപ്പോൾ ഓഷ്ടം എന്ന് പറഞ്ഞാലും അർദ്ധം ചുണ്ട്, അധരം എന്ന് പറഞ്ഞാലും അർദ്ധം ചുണ്ട്. 2 ഒരേ അർത്ഥമാണ്. ഇവിടെ കവി ഒരെണ്ണം മേൽചുണ്ടിനെയും ഒരെണ്ണം കീഴ്ചുണ്ടിനെയും കാണിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഓഷ്ടം, അതിനകത്ത് ഈ ഓഷ്ടം അപൂർവമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അധരമാണ് എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക്. അപ്പോൾ ഇവിടെ ഓഷ്ടത്തിനും അധരത്തിനും ഒരേ അർത്ഥം. കവി ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മേൽചുണ്ടും കീഴ്ചുണ്ടും കാണിക്കാനാണ്. ഓഷ്ടം പാദുകൃപാദേവി അധരം ഗോപികാ തഥാ വൃഷഭാനുസുധാദന്ധാൻ. സാക്ഷാൽ വൃഷഭാനുവിൻ്റെ പുത്രി തന്നെ എൻ്റെ പല്ലുകളെ സംരക്ഷിക്കണമെന്ന്. ചിബുകം, കണ്ടില്ലേ, ചിബുകം അർത്ഥം എഴുതിക്കോ, താടി. ചിബുകം താടി ഗോപനന്ദിനി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എൻ്റെ മേൽചുണ്ട് കൃപാദേവി സംരക്ഷിക്കണം, എൻ്റെ കീഴ്ചുണ്ട് ഗോപിക സംരക്ഷിക്കണം, എൻ്റെ പല്ലുകൾ വൃക്ഷഭാനുപുത്രിയായ സാക്ഷാൽ രാധാറാണി തന്നെ സംരക്ഷിക്കണം, എൻ്റെ താടി ഗോപനന്ദിനി തന്നെ സംരക്ഷിക്കണം. അടുത്തത് കൃഷ്ണപ്രിയ പാടുന്നത് കേട്ടോളൂ. ചന്ദ്രാവലി പാദുഗണ്ഡം ജിഹ്വാം കൃഷ്ണപ്രിയാ തഥാ കണ്ഠം പാദു ഹരിപ്രാണ ഹൃദയം വിജയാ തഥാ ബാഹുദ്വൗ ചന്ദ്രവദന ഉദരം സുബലസ്വസാ കോട്ടിയോഗാന്വിതാ പാദു പാദൗ സൗഭദ്രികാ തഥാ നഖാൻ ചന്ദ്രമുഖീ പാദു ഗുൽഫൗ ഗോപാലവല്ലഭ നഖാൻ വിദുമുഖീ ദേവി ഗോപീപാദതലം തഥാ. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് വരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ചന്ദ്രാവലി പാദുഗണ്ഡം ജിഹ്വാം കൃഷ്ണപ്രിയാ തഥാ കണ്ഠം പാദു ഹരിപ്രാണ ഹൃദയം വിജയാ തഥാ. കണ്ടോ, ചന്ദ്രാവലി, പാദു, പാദു രക്ഷിക്കട്ടെ, ഗണ്ഡം, ഗണ്ഡം അർത്ഥം വേണമെങ്കിൽ എഴുതിക്കോ, കവിള്, ഗണ്ഡം കവിള്, ജിഹ്വാം, ജിഹ്വാം നാവ്, കൃഷ്ണപ്രിയ തഥാ കണ്ഠം, കണ്ഠം കഴുത്ത്, പാദു ഹരിപ്രാണ ഹൃദയം വിജയ തഥാ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ചന്ദ്രാവലി തന്നെ എൻ്റെ 2 കവിൾത്തടങ്ങളെയും സംരക്ഷിക്കട്ടെ.
സാക്ഷാൽ ചന്ദ്രാവലി. ആ രാധയുടെ പ്രണയം കാണുന്നവർക്ക് അറിയാം ചന്ദ്രാവലി ആരാണെന്ന്. സാക്ഷാൽ ചന്ദ്രാവലി എൻ്റെ 2 കവിളുകളും സംരക്ഷിക്കട്ടെ. എൻ്റെ നാവ് കൃഷ്ണപ്രിയ തന്നെ സംരക്ഷിക്കട്ടെ. എൻ്റെ കഴുത്ത് ഹരിപ്രാണ സംരക്ഷിക്കട്ടെ. എൻ്റെ ഹൃദയം വിജയാദേവി സംരക്ഷിക്കട്ടെ. അടുത്തത് ബാഹുദൗ ചന്ദ്രവദന ഉദരം സുബലസ്വസ്വാ കോടിയോഗാന്വിതാ പാദു പാദൗ സൗഭദ്രികാ തഥാ. ബാഹു, ബാഹു കൈകൾ, അർത്ഥം എഴുതിക്കോ. ബാഹു കൈകൾ, ദൗ 2, അത് ചന്ദ്രവദന, കൈകൾ 2ഉം ചന്ദ്രവദന. ഉദരം, ഉദരം വയറ്, ഉദരം വയറ്. സുബലസ്വ കോടി യോഗാന്വിത പാദു, പാദു രക്ഷിക്കട്ടെ. പാദവും, പാദവും എന്ന് പറഞ്ഞാൽ പാദതലം, പാദത്തിൻ്റെ തലം, നമ്മുടെ പാദം, കാലിലെ പാദം എന്ന് പറയത്തില്ലേ, പാദത്തിൽ മുള്ളുകൊണ്ടു. പാദവും സൗഭദ്രിക തഥാ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പാദവും പാദം, അർത്ഥം എഴുതി വെച്ചോണം. പാദവും പാദം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ചന്ദ്രവദന എൻ്റെ കൈകൾ 2ഉം സംരക്ഷിക്കട്ടെ. എൻ്റെ വയറ് സുബല സംരക്ഷിക്കട്ടെ. എൻ്റെ പാദം സൗഭദ്രികാദേവി തന്നെ സംരക്ഷിക്കട്ടെ. ഇതിനൊന്നും ഒരാപത്തും വരാതെ കാത്തു രക്ഷിക്കട്ടെ. വീണ്ടും നഖാൻ ചന്ദ്രമുഖി പാദു ഗുൽഫൗ ഗോപാലവല്ലഭ നഖാൻ വിദുമുഖി ദേവി ഗോപി പാദതലം തഥാ. നഖാൻ എൻ്റെ നഖം ചന്ദ്രമുഖി സംരക്ഷിക്കട്ടെ, പാദു സംരക്ഷിക്കട്ടെ. ഗുൽഫൗ, ഗുൽഫൗ അർത്ഥം എഴുത് കണങ്കാല്, ഗുൽഫൗ കണങ്കാല്. ഗുൽഫൗ ഗോപാല വല്ലഭ നഖാൻ വിദുമുഖി ദേവി ഗോപി പാദതലം തഥാ. അപ്പം നഖാൻ എൻ്റെ നഖം ചന്ദ്രമുഖി തന്നെ സംരക്ഷിക്കട്ടെ. എൻ്റെ കണങ്കാലുണ്ടല്ലോ ഗോപാലമുഖി സംരക്ഷിക്കട്ടെ. അതേ കണക്ക് തന്നെ വിദുമുഖി ദേവി നഖം വീണ്ടും സംരക്ഷിക്കട്ടെ. പാദതലം സാക്ഷാൽ ഗോപി ദേവി സംരക്ഷിക്കട്ടെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്നതിനകത്ത് ബാഹൂദൗ ചന്ദ്രവദന ഉദരം സുബലസസ കോടി യോഗാന്വിത പാദൗ പാദൗ. അവിടെ പാദം, പാദം മാത്രമാണ്. ഞാൻ പാദത്തിൻ്റെ അടിവശം എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ നഖം ചന്ദ്രമുഖി ദേവി സംരക്ഷിക്കട്ടെ. എൻ്റെ കണങ്കാല് ഗോപാല വല്ലഭ സംരക്ഷിക്കട്ടെ. എൻ്റെ നഖം വിദുമുഖി ദേവി സംരക്ഷിക്കട്ടെ. എൻ്റെ പാദതലം സാക്ഷാൽ ഗോപീദേവി സംരക്ഷിക്കട്ടെ. ശുഭപ്രദാ പാദു പൃഷ്ഠം കക്ഷാ ശ്രീകാന്തവല്ലഭ ജാനുദേശം ജയാ പാദു ഹരിണീ പാദു സർവദാ വാക്യം വാണീ സദാ പാദു ധനാഗാരം ധനേശ്വരീ പൂർവാം ദിശം കൃഷ്ണരഥാ കൃഷ്ണപ്രാണാ ച പശ്ചിമാം. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരല്പം വേഗത്തിലങ്ങ് പറഞ്ഞു തരാം. കാരണം ഇനി വേറെ ഒന്നുമില്ല. ഓരോ അവയവങ്ങളുടെ പേരും അത് സംരക്ഷിക്കുന്ന ദേവിയുടേതുമാണ്. ശുഭപ്രദാപാദു പൃഷ്ടം കക്ഷാം ശ്രീകാന്ത വല്ലഭ ജാനുദേശം ജയാ പാദു ഹരിണി പാദു സർവതഃ. നോക്കേ, ശുഭപ്രദാ പാദു പൃഷ്ടം, പാദു രക്ഷിക്കണം. നമ്മുടെ പൃഷ്ഠഭാഗം സാക്ഷാൽ ശുഭപ്രദാദേവി സംരക്ഷിക്കട്ടെ. കക്ഷ ശ്രീകാന്ത വല്ലഭ, കക്ഷം ശ്രീകാന്ത വല്ലഭ സംരക്ഷിക്കട്ടെ. ജാനുദേശം, ജാനു അർത്ഥം എഴുതിക്കോ കാൽമുട്ട്. ജാനുദേശം ജയാ പാദു, നമ്മുടെ കാൽമുട്ട് ആര് സംരക്ഷിക്കട്ടെ? ജയ സംരക്ഷിക്കട്ടെ. ആരുണീ പാദു സർവതഃ, പാദു സർവതും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മുടെ പൃഷ്ഠം ശുഭപ്രദ രക്ഷിക്കട്ടെ, കക്ഷം ശ്രീകാന്ത വല്ലഭ രക്ഷിക്കട്ടെ, കാൽമുട്ട് ജയാദേവി രക്ഷിക്കട്ടെ. അങ്ങനെ ദേവി നമ്മളെ സർവാംഗം രക്ഷിക്കട്ടെ. അടുത്തത് വാക്യം വാണി സദാപാദു ധനാകാരം ധനേശ്വരേ
പൂർവാം ദിശം കൃഷ്ണരഥാം കൃഷ്ണപ്രാണാച പശ്ചിമാം. അപ്പോൾ വാക്യം വാണി, വാക്യം വാക്കുകളെ, വാണി വാക്കുകളെ വാണി ദേവി രക്ഷിക്കട്ടെ, പാതു രക്ഷിക്കട്ടെ. ധനാഘാരം, ധനാഘാരം എന്ന് പറഞ്ഞാൽ ധനം സൂക്ഷിക്കുന്ന സ്ഥലം, ധനാഘാരം. അപ്പം നമ്മൾ ധനം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം ധനേശ്വരി രക്ഷിക്കട്ടെ. പൂർവാം ദിശം, പൂർവം കിഴക്ക്, പൂർവാം ദിശം, പൂർവം അർത്ഥം അറിയാൻ വയ്യെങ്കിൽ കിഴക്ക്, കൃഷ്ണരഥ കൃഷ്ണ പ്രാണാച പശ്ചിമാം, പശ്ചിമ ദിക്ക്, പശ്ചിമ പടിഞ്ഞാറ്. അപ്പം ഇതിൻ്റെ അർത്ഥം നമ്മുടെ വാക്കുകളെ വാണീദേവി രക്ഷിക്കട്ടെ. ധനം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലം കള്ളന്മാരൊക്കെ കയറി എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ ധനം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലം ധനീശ്വരി സംരക്ഷിക്കട്ടെ. കിഴക്കേ ദിക്ക്, നമ്മൾ എപ്പോൾ എവിടെ സഞ്ചരിച്ചാലും നമ്മൾ സഞ്ചരിക്കുന്ന കിഴക്കേ ദിക്കിൽ നിന്ന് ആപത്ത് വരാതിരിക്കാൻ കൃഷ്ണരഥ സംരക്ഷിക്കട്ടെ. നമ്മൾ സഞ്ചരിക്കുന്ന പടിഞ്ഞാറേ ദിക്കിൽ നിന്ന് ആപത്ത് വരാതിരിക്കാൻ കൃഷ്ണപ്രാണ സംരക്ഷിക്കട്ടെ. उत्तरां हरिदा पादु दक्षिणां वृषभानुजा चन्द्रावली नैशमेव दिवाक्ष्वेटितमेखला सौभाग्यदा मध्यदिने सायाह्ने कामरूपिणी रौद्री प्रातःपादु मां हि कोपिनो रजनीक्षये. ഇനി അടുത്തതിലേക്ക് കയറാം. ഉത്തരാം ഹരിതാപാദൂ ദക്ഷിണാം വൃഷഭാനുജ ചന്ദ്രാവലി നൈശമേവ ദിവാക്ഷേടിതമേഖലാം. ഇവിടെ പല പല ദിക്കുകളുടെ പേര് പറയുന്നു എന്നേ ഉള്ളൂ. നമ്മൾ വടക്ക് കിഴക്കേ ദിക്ക്, തെക്ക് കിഴക്കേ ദിക്ക് എന്നൊക്കെ പറഞ്ഞ കണക്ക് കുറേ ദിക്കുകളുടെ പേര്. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ പറഞ്ഞിരിക്കുന്നത്. ഉത്തര ദിക്ക്, നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഉത്തര ദിക്കിൽ നിന്ന് ആപത്ത് വരാതെ ഹരിത രക്ഷിക്കട്ടെ. ദക്ഷിണ ദിക്കിൽ നിന്ന് ആപത്ത് വരാതെ വൃഷഭാനുജ രക്ഷിക്കട്ടെ. നൈശമേവയിൽ നിന്ന് ആപത്ത് വരാതെ ചന്ദ്രാവലി രക്ഷിക്കട്ടെ. ക്ഷേടിത മേഖലയിൽ നിന്ന് ആപത്ത് വരാതെ ദിവ രക്ഷിക്കട്ടെ. ഓരോ മേഖലകൾ അത്രയേ ഉള്ളൂ പറഞ്ഞിരിക്കുന്നത്. സൗഭാഗ്യതാ മധ്യദിനെ, കണ്ടില്ലേ, സൗഭാഗ്യതാ മധ്യദിനെ സായാഹ്നേ കാമരൂപിണി രൗദ്രീ പ്രാതപാതുമാം ഹി ഗോപിനോ രജനീക്ഷേം. അതാണ് സൗഭാഗ്യതാ മധ്യദിനെ. മദ്യം ഉച്ചയ്ക്ക്, ഉച്ചയ്ക്ക് നമ്മളെ സൗഭാഗ്യ രക്ഷിക്കട്ടെ. അതാണ് സൗഭാഗ്യത മധ്യദിനെ. സായാഹ്നേ, സായാഹ്നേ വൈകുന്നേരം. കാമരൂപിണി, പിന്നെ രൗദ്രി പ്രാത, പ്രാത എന്ന് പറഞ്ഞാൽ അതിരാവിലെ, അതിരാവിലെ നമ്മളെ ആര് രക്ഷിക്കട്ടെ. അപ്പം അർത്ഥം വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. മധ്യദിനെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക്, സായാഹ്നം വൈകുന്നേരം, പ്രാത അതിരാവിലെ നമ്മളെ രൗദ്രി രക്ഷിക്കട്ടെ. പാതുമാംഹി ഗോപിനോ രജനീക്ഷേ, രജനി എന്ന് പറയുമ്പം രാത്രി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, ഉച്ചയ്ക്ക് നമ്മളെ സൗഭാഗ്യാദേവി രക്ഷിക്കട്ടെ. വൈകുന്നേരമാകുമ്പോൾ നമുക്ക് ആപത്ത് വരാതെ കാമരൂപിണി രക്ഷിക്കട്ടെ. രാവിലെ രൗദ്രി രക്ഷിക്കട്ടെ. രാത്രി ഗോപിനിയും രക്ഷിക്കട്ടെ. हेतुदा सङ्गवे पादु केतुमालादिवार्धके शेषापराह्नसमये शमिदा सर्वसन्धिषु योगिनी भोगसमये रतौ रतिप्रदा सदा कामेशी कौतुके नित्यं योगे रत्नावली मम सर्वदा सर्वकार्येषु राधिका कृष्णमानसा इत्येतत् कथितं देवि कवचं परमा. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. കേതുദാ സംഗവേ പാതുകേതുമാലാതിവാർദ്ധകേ ശേഷ അപരാഹ്ന സമയേ ശമിത സർവസന്ധിഷു. ഹേതുദ, ഹേതുദ കാരണമാകൽ. കേതുമാല,
മനസ്സിലെ ഹേതുദാ സംഘവേ പാതു കേതുമാലാധി വാർത്തകേ ശേഷേ അപരാഹ്ന സമയത്ത് സർവസന്ധിക്ഷു. അതിനകത്ത് വേറൊന്നുമില്ല, അർത്ഥം ഞാൻ പറഞ്ഞു വരാം. കേതുമാല എന്ന ദേവി എന്നെ സർവ്വവിധ കുഴപ്പങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. കാരണം കുഴപ്പം, അപ്പം ഞാൻ ഏതെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയാൽ എന്നെ കേതുമാല എന്ന് പറയുന്ന ദേവി എന്നെ രക്ഷിക്കട്ടെ. ഉച്ച മുതൽ വൈകുന്നേരം വരെ, മനസ്സിലല്ലേ, അതാണ് അപരാഹ്നം. ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് എനിക്ക് ആപത്ത് വരാതെ ശമിതാദേവി എന്നെ രക്ഷിക്കട്ടെ. അടുത്തത് യോഗിനി ഭോഗസമയേ രഥൗരതിപ്രദാം സദാ കാമേഷി കൗതുകേ നിത്യം യോഗേ രത്നാവലി മമാം. അത്രയേ ഉള്ളൂ, അതിനകത്ത് അർത്ഥങ്ങളൊന്നും എഴുതാനില്ല. യോഗിനി ഭോഗസമയത്ത് എന്നെ യോഗിനി രക്ഷിക്കട്ടെ. അങ്ങനെ എനിക്ക് രതിസുഖം പ്രദാനം ചെയ്യട്ടെ. എന്നിട്ട് രതിപ്രദ സദാ കാമേശി കൗതുകേ ഉല്ലാസവേളയിൽ നിത്യം യോഗേ രത്നാവലി മമ. അർത്ഥം, ഭോഗസമയത്തെന്നെ യോഗിനി ദേവി രക്ഷിക്കട്ടെ. ആ സമയത്ത് എനിക്ക് രതിസുഖം പ്രദാനം ചെയ്യട്ടെ. ഉല്ലാസവേളയിൽ എന്നെ കാമേശി രക്ഷിക്കട്ടെ. അതാ സദാ കാമേശി കൗതുകേ, സദാ എപ്പോഴും കാമേശി ദേവി രക്ഷിക്കട്ടെ. കൗതുകേ ഉല്ലാസവേളയിൽ എന്നെ രക്ഷിക്കട്ടെ. നിത്യേ, പിന്നെ നിത്യവും എന്ത് ചെയ്യട്ടെ? യോഗാവസ്ഥയിൽ എന്നെ രത്നാവലി രക്ഷിക്കട്ടെ. യോഗേ രത്നാവലി, യോഗാവസ്ഥയിൽ രത്നാവലി രക്ഷിക്കട്ടെ. സർവദാ സർവകാര്യേഷു രാധികാ കൃഷ്ണമാനസ ഇത്യേത്കഥിതം ദേവി കവചം പരമാത്ഭുതം. അതാണ് സർവദാ സർവകാര്യേഷു, സർവദാ എല്ലായ്പ്പോഴും, സർവകാര്യേഷു എല്ലാ കാര്യങ്ങളിലും, രാധികാ കൃഷ്ണമാനസ ഇത്യേത് കഥിതം ദേവി, ഇത്യേത് ഇങ്ങനെ പറയുന്ന കവചം ദേവി പരമാത്ഭുതം. അതായത് ഇതിൻ്റെ അർത്ഥം എന്നെ എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളിലും രാധാറാണിയും കൃഷ്ണനും ഒരുമിച്ച് ചേർന്ന് എന്നെ സംരക്ഷിക്കട്ടെ. അല്ലയോ പാർവതീ ദേവി, എനിക്ക് പ്രിയപ്പെട്ടവളെ, ഈ രാധാ കവചം, അങ്ങനെ പറയുന്ന രാധാ കവചം പരമാത്ഭുതമാണ്. അപ്പോൾ ഇത് ചൊല്ലുന്ന ആൾ ലാസ്റ്റ് പറയുന്ന ഇതാണ്, എപ്പോഴും എല്ലാ കാര്യങ്ങളിലും എന്നെ സാക്ഷാൽ കൃഷ്ണനും രാധാദേവിയും ഒന്നിച്ച് എന്നെ സംരക്ഷിക്കട്ടെ. എന്നിട്ട് ശിവൻ പറയുകയാണ്, അല്ലയോ പാർവതീ ദേവി, ഇങ്ങനെ ഞാൻ നിനക്ക് പറഞ്ഞു തന്ന കവചം പരമാത്ഭുതമാണ്. ഇനി നമുക്കതിൻ്റെ ഫലപ്രാപ്തി മാത്രമാണ് കേട്ടോളൂ. സർവരക്ഷാകരം നാമ മഹാരക്ഷാകരം പരം പ്രാതർമധ്യാഹ്നസമയേ സായാഹ്നേ പ്രപഠേദ്യതി സർവാർത്ഥസിദ്ധിസ്തസ്യ സ്യാത് യദ്യന്മനസി വർത്തതേ രാജദ്വാരേ സഭായാം ച സംഗ്രാമേ ശത്രുസങ്കടേ പ്രാണാർത്ഥനാശസമയേ യഃ പഠേത് പ്രയതോ നരഃ തസ്യ സിദ്ധിർഭവേദേവി ന ഭയം വിദ്യത്തെ ക്വചിത് ആരാധിതാരാധികാ ച തേന സത്യം ന സംശയഃ ഗംഗാസ്നാനാധരേർനാമ ഗ്രഹണാദ്യത് ഫലം ലഭേത്. തത്ഫലം തസ്യ ഭവതീയ പഠേത് പ്രയതഃ ശുചി ഹരിദ്രാ രോചനാ ചന്ദ്രമണ്ഡിതം ഹരിചന്ദനം കൃത്വാ ലിഖിത്വാ ഭൂർജേ ച ധാരയേത് മസ്തകേ ഭുജേ കണ്ഠാവാ ദേവദേവേശി സാ ഹരിർനാത്ര സംശയഃ കവചസ്യ പ്രസാദേന ബ്രഹ്മാ സൃഷ്ടിം സ്ഥിതിം ഹരി സംഹാരം ചാഹം നിയതം
करोमि कुरुते तथा वैष्णवाय विशुद्धाय विरागगुणशालिने दद्यात् कवचमभ्युग्रमन्यथा नाशमाप्नुयात्. ഇപ്പോൾ കൃഷ്ണപ്രിയ പാടിത്തന്ന ആ 2 ശ്ലോകങ്ങളും നിങ്ങൾ ചൊല്ലേണ്ട കാര്യമില്ല, ജപിക്കണ്ട. കാരണം കവചം തീർന്നു കഴിഞ്ഞു. ഈ 2 ശ്ലോകങ്ങളും എന്താന്ന് വെച്ചാൽ ഫലപ്രാപ്തിയാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വാക്കുകൾ പറഞ്ഞ് അർത്ഥം പറയുന്നില്ല, മൊത്തത്തിലെ അർത്ഥം പറഞ്ഞു തരാൻ. രാധാ കവചം ചൊല്ലുന്നവർക്ക് എന്ത് ഫലമുണ്ടാകും? ഈ അവസാനത്തെ 2 ശ്ലോകം ചൊല്ലണ്ട. അതിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്: ഈ കവചം എല്ലാവരെയും രക്ഷിക്കുന്നതും മഹത്തും രക്ഷാകരവുമാണ്. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ഇത് ചൊല്ലുന്നവൻ ആരാണോ അവൻ എല്ലാ പ്രവൃത്തിയിലും വിജയിക്കുന്നു. അവൻ സദസ്സിലും സഭയിലും യുദ്ധത്തിലും ശത്രുവിൻ്റെ ആക്രമണ കാലത്തും അവന് പ്രാണനാശം ഒരിക്കലും സംഭവിക്കുന്നില്ല. അവൻ എപ്പോഴും എന്താപത്ത് വരുമ്പോഴും അവൻ ഏകാഗ്രമായി ഇത് വായിച്ചു കഴിഞ്ഞാൽ അവന് സിദ്ധി ലഭിക്കുന്നവനായിരിക്കും. രാധാകവചം നിത്യം ജപിക്കുന്നവന് സിദ്ധി കിട്ടും. ഒരു തരത്തിലുള്ള ഭയവും രാധാകവചം വായിക്കുന്നവന് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല. ഇത് രാധയുടെ ആരാധന കൂടി ആകുന്നു. ദേവി, ഇതുമൂലം രാധാറാണി പ്രസന്നയാകും. ഗംഗാസ്നാനത്തിൻ്റെയും ഹരിനാമകീർത്തനത്തിൻ്റെയും ഇരട്ടിയുടെ ഫലം രാധാകവചത്തിൽ നിന്ന് കിട്ടും. അങ്ങനെ രാധാകവചം ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ 2 രാധാകവചവും ചൊല്ലുക. ഈ ജന്മം നിങ്ങൾ സഫലമായി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അത് മാത്രവുമല്ല, ഈ രാധാകവചം മൊത്തത്തിൽ ഞാൻ നാളത്തെ ദിവസം ഈ കവചം ഒന്നിച്ചു ചേർത്ത് ഇടുന്നതാണ്. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.